പണ്ട് കേരളത്തിന്റെ പവിത്രമായ വനങ്ങളിൽ ദിവ്യ ദമ്പതികളായ ശിവനും പാർവതിയും മറവേഷത്തിൽ ഭൂമിയിലേക്കിറങ്ങി. വല്ലുവനും വല്ലുവതിയുമായി ലോകത്തിന് അനുഗ്രഹം നൽകി നടന്നു. സമയം കടന്നപ്പോൾ ദിവ്യദമ്പതികൾക്ക് 2 പുത്രന്മാർ ജനിച്ചു. വല്യമ്മനായ കരുവലും ചെറുമ്മനായ കുട്ടിച്ചാത്തനും. കറുത്ത ദേഹവും നെറ്റിയിൽ പൂവും 3 കണ്ണുകളും ഉള്ള കുട്ടിച്ചാത്തൻ സാധാരണമായ ഒരു കുട്ടിയല്ലായിരുന്നു. അവന്റെ ചിരിയിൽ മായാശക്തിയും കണ്ണുകളിൽ ദിവ്യതയും പ്രകാശിച്ചു. പക്ഷേ ദേവി ദേവന്മാർക്ക് മനുഷ്യലോകത്ത് കൂടുതൽ നിൽക്കാൻ കഴിയുമായിരുന്നില്ല. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയെ വളർത്താൻ ഒരു യോഗ്യനായ രക്ഷിതാവിനെ തേടി. വടക്കൻ മലബാറിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഇല്ലത്ത് ഒരു നമ്പൂതിരി താമസിച്ചിരുന്നു. പുത്രസന്തതിയില്ലാതെ ദുഃഖിച്ച അദ്ദേഹത്തിന്റെ ഭക്തിയിൽ മനം മലർന്ന് ശിവപാർവതിമാർ കുട്ടിച്ചാത്തനെ അദ്ദേഹത്തിന് സമ്മാനിച്ചു. ഇവനെ സ്നേഹത്തോടെ വളർത്തുക. ഇവന്റെ മായാശക്തി നല്ലവരെ രക്ഷിക്കും, ഗർവിഷ്ഠരെ ശിക്ഷിക്കും. അങ്ങനെ കുട്ടിച്ചാത്തൻ വളർന്നു. ഒരു ഭാഗം കുട്ടി, മറുഭാഗം രഹസ്യം. വിരലടിച്ചാൽ അദൃശ്യനാകും, കണ്ണടച്ചാൽ കല്ല് പൊന്നാകും. ഗ്രാമത്തിൽ അവന്റെ കഥകൾ പരന്നു. കള്ളന്മാരെ തോൽപ്പിച്ചു, ദുഷ്ടരെ ശിക്ഷിച്ചു, ഗർവിഷ്ഠരെ കളികളിൽ കുഴക്കി. അങ്ങനെ ആരംഭിച്ചു കുട്ടിച്ചാത്തന്റെ പുരാണം. ദിവ്യമായ കളിക്കാരൻ, നിരപരാധികളുടെ രക്ഷകൻ, ശിവന്റെ മായയുടെ ശിശു. ഇന്നും കേരളത്തിന്റെ വനങ്ങളിൽ ശ്രദ്ധിച്ചാൽ അവന്റെ ചിരി കേൾക്കാം, കാലത്തിന്റെ പ്രതിധ്വനിയായി.